ഹായ് ഹലോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളെ സ്കൂളുള്ള ഒരു ദിവസത്തെ മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ ടൈം 6 o'clock ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കട്ടൻ ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു ദിവസം നമുക്ക് പാല് വന്നിട്ടില്ല. പാല് വരുമ്പോൾ ഒരു 7:30 8 o'clock എല്ലാം ആവും കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ഇതുപോലെ ഒരു കട്ടൻ ചായ കുടിക്കൽ പതിവുണ്ട് കേട്ടോ. അപ്പോൾ മോളെ വിളിച്ചുണർത്താൻ വേണ്ടി പോയിട്ടുണ്ട്. ഓള് നീക്കത്തേ ഇല്ല, എത്ര നേരം വിളിച്ചാലും നീക്കത്തില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കും. ഓൾക്ക് ഇഷ്ടമല്ല രാവിലെ എണീക്കുന്നത്, ഒരു വലിയ യുദ്ധമാണ് അവളെ എണീപ്പിക്കുന്നത്. അപ്പോൾ മോൻ നീറ്റിട്ടില്ല. മോനെ നീറ്റ് കഴിഞ്ഞാൽ ഇന്നെ സുയിപ്പാക്കുന്നതുകൊണ്ടേ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാറില്ല കേട്ടോ. മോള് പോയി കഴിഞ്ഞിട്ട് എണീക്കുന്നതാണ് എനിക്ക് സൗകര്യം. അപ്പോൾ മോളെ ഇതുപോലെ വിളിച്ചുണർത്തിയിട്ട് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ കിച്ചണിലോട്ട് പോയി. അപ്പോൾ ഇന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയും പിന്നെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ മോക്ക് നമ്മൾ രാവിലെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അതുതന്നെയാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇവർക്ക് 7:20 ആകുമ്പോൾ ബസ് വരും. അപ്പോൾ ഞാൻ ഒരു 5:30 നീറ്റാലാണ് ഇവളെ റെഡിയാക്കി ഫുഡെല്ലാം റെഡിയാക്കിയിട്ട് പറഞ്ഞയക്കാനാവുള്ളൂ. അപ്പോൾ ഞാൻ മാക്സിമം 5:30 നീക്കാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ ദിവസവും ഒന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി ഇവക്കത് ലഞ്ച് ബോക്സ് റെഡിയാക്കണം, പിന്നെ അവൾക്ക് കഴിക്കാൻ കൊടുക്കണം. അപ്പോൾ ലഞ്ച് ബോക്സിൽ നമ്മളിതുപോലെ ഇഡ്ഡലിയും ചമ്മന്തിയും ആക്കിയിട്ടുണ്ട്. ഒരു 11:30 ആകുമ്പോഴാട്ടോ ഇവർ ലഞ്ച് കഴിക്കുന്നത്. 8:20 ഇവർക്ക് സ്കൂൾ സ്റ്റാർട്ടാവും. അത് കഴിഞ്ഞാൽ 2:40 ആണ് സ്കൂൾ കഴിയുന്നത്. അത് കഴിഞ്ഞാൽ 3:20 ആകുമ്പോൾ നമ്മൾക്ക് ഇവിടെ എത്തും. ഇവിടെ എത്തി കഴിയുമ്പോഴാണ് ഇവർ ചോറ് കഴിക്കുള്ളൂ. അപ്പോൾ നമ്മൾ 11:30 ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ഇവർക്ക് വിശപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളിതുപോലെ സ്നാക്സ് ബോക്സിൽ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സൊക്കെ ആക്കി കൊടുക്കലുണ്ട്. ഇവരത് ബസ്സിൽ ഇരുന്നിട്ട് കഴിക്കും. അത് കഴിഞ്ഞ് അവൾക്ക് വെള്ളമൊക്കെ ആക്കിയിട്ട് ഇവളെ ലഞ്ച് ബാഗ് ഒന്ന് റെഡിയാക്കണം. അപ്പോൾ നമുക്ക് ഇതൊക്കെ വീട്ടിലേക്ക് നമ്മളിതുപോലെ ഹോട്ട് കേസിനാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവളെ ലഞ്ച് ബാഗ് റെഡിയാക്കാൻ വേണ്ടി പോവാണ്. ഇവൾക്ക് ഞാൻ ഫുഡ് കൊടുത്താലേ ഇവൾ കഴിക്കത്തുള്ളൂ. അല്ലാതെ ഇവൾക്ക് ഞാൻ ഫുഡ് കൊണ്ടേ ടേബിളുമേൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാലേ കഴിക്കത്തേ ഇല്ല, വെറുതെ വായിൽ വെച്ചുകൊണ്ട് കുത്തിരിക്കും. അപ്പം ഞാൻ ഈ ലഞ്ച് ബാഗൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഇവൾക്ക് ഫുഡ് കൊടുത്തു. ഫുഡ് കഴിക്കണമെങ്കിൽ ഒരുപാട് നേരം വേണം. ഒറ്റയ്ക്ക് കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കൊടുക്കണമെങ്കിൽ തന്നെ വായിക്കകത്ത് വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ എന്നിട്ടോ രാവിലെ വഴക്ക്. ഞാനിവിടെ എന്നും രാവിലെ വഴക്ക് പറയുന്നത് ഫുഡ് കഴിക്കാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുഡൊക്കെ ഞാൻ തന്നെയാണ് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം അവളെ ഒന്ന് റെഡിയാക്കണം. മുടിയൊക്കെ കെട്ടി കൺമശിയൊക്കെ എഴുതിയൊക്കെ റെഡിയാക്കണം. മോൾ എന്നോട് എപ്പോഴും പറയും, അമ്മ എനിക്ക് കൺമശി എഴുതണ്ട. കാരണം ഇവളെ സ്കൂളിൽ ആരും കൺമശിയൊന്നും എഴുതി വരുന്നില്ല പോലും. ഇവളെ ക്ലാസ്സിൽ ഉള്ളത് ഇവളെയും കൂടെ ചേർത്തിട്ട് 3 മലയാളി കുട്ടികളാണുള്ളത്. അപ്പം ബാക്കിയുള്ളവരൊന്നും കൺമശി എഴുതൂല എന്നാണ് ഇവൾ പറയുന്നത് കേട്ടോ. ഇവളൊരു ഫ്രണ്ട്, ഒരു ഗേളും ഒരു ബോയും, ഒരു മലയാളി ഉള്ളത്. ബാക്കിയുള്ളവരൊന്നും മലയാളീസ് അല്ല. ഇവളും ഇപ്പോൾ അത്യാവശ്യം എല്ലാം പിക്കപ്പായി കേട്ടോ. ഹിന്ദിയൊക്കെ നന്നായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവളെയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ക്വാർട്ടേഴ്സിന് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ ക്വാർട്ടേഴ്സ്. അപ്പോൾ നമ്മൾ ക്വാർട്ടേഴ്സിൻ്റെ അകത്ത് എങ്ങനെയാണെന്നുള്ള ഒരു ഹോം ടൂറ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ കുട്ടികളൊക്കെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മോളും അവിടെ പോയി ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് കുട്ടികൾ സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബസ് 7:20 ആകുമ്പോൾ വരും. ബസ് വന്നു. ഇവരൊക്കെ ബസ്സിൽ കയറുകയാണ്. എന്നിട്ട് നമുക്ക് ടാറ്റയൊക്കെ തരും. അവിടെ ബസ്സിൽ കയറി കഴിഞ്ഞിട്ടൊരു ടാറ്റ, പിന്നെ ഇവിടെ നിന്ന് എൻ്റെ അടുത്ത് നിന്ന് ക്വാർട്ടറിൽ നിന്ന് പോകുമ്പോൾ ഒരു ബായ്, അതൊക്കെ കഴിഞ്ഞിട്ടാണ് മോള് പോവുക. അപ്പം മോളുടെ ബസ് പോയി. ഇവള് പോയി കഴിഞ്ഞിട്ട് പിന്നെ 7:30 ആയപ്പോൾ ഇക്ക വന്നു. ഇക്ക രാവിലെ 6 o'clock പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ 7:30 വന്നിട്ട് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും തിരിച്ചു പോകും. ഇക്ക വന്നു. മോനും നീറ്റു കേട്ടോ കൂടെ. അതുകൊണ്ട് ഇനി വീഡിയോ എടുക്കൽ നടക്കൂല. ഇനി ഇക്കാക്ക് ഫുഡ് കൊടുക്കണം. അത് കഴിഞ്ഞ് മോനെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഇനി നമ്മളെ വീഡിയോ നടക്കൂല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ല കേട്ടോ. അപ്പോൾ ബൈ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.